സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ആദ്യം ശ്രീ എസ് എൻ സ്വാമി, ഇന്ന് നടൻ ദിലീപ് നടത്തിയ വെളിപ്പെടുത്തലുകൾ എത്രത്തോളം ഗൗരവത്തോടെ സിനിമാ മേഖല കാണുന്നു? തീർച്ചയായും ദിലീപിൻ്റെ വെളിപ്പെടുത്തലുകൾ ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ സന്ദർഭത്തിൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു ന്യൂസ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള വാസ്തവം നിജസ്ഥിതി എന്താണെന്നറിയാൻ സിനിമാ ലോകത്തിന് മൊത്തം ആകാംക്ഷയുണ്ട്. സിനിമാ മേഖലയിലേക്കാണ് നടൻ ദിലീപ് വിരൽ ചൂണ്ടുന്നത്. ശ്രീ എസ് എൻ സ്വാമി, തനിക്കെതിരെ ഗൂഢാലോചനയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. തനിക്കെതിരെ ഗൂഢാലോചനയുണ്ട്, മാത്രമല്ല തന്റെ ഓരോ പുതിയ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് വിവാദമുണ്ടാക്കുന്നു. അത് തന്നെയാണ് എനിക്കും പറയാം. സിനിമാ മേഖല എന്ന് പറയാൻ നമ്മളതിനെ ഒരു ഹോൾസെയിലായിട്ട് മൊത്തമായിട്ട് കാണരുത്. ഒരുപാട് വിഭാഗങ്ങളുണ്ട് സിനിമയിൽ. ഇതിൽ ഏത് വിഭാഗത്തിനാണ് ഈ സെലിബ്രിറ്റിയായ നടനോടുള്ള വിരോധം, ഇല്ലെങ്കിൽ അതിനോടുള്ള അയാളോടുള്ള ദേഷ്യം, ഇല്ലെങ്കിൽ അയാളോടുള്ള മറ്റുള്ള എന്തെങ്കിലും കാരണങ്ങൾ ആർക്കാണ് എന്ന് ഒരിക്കലും സിനിമയിൽ ഉള്ളവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്തരം കാര്യങ്ങൾ അയാളുടെ കംപ്ലയിൻറ്റിനെ ആസ്പദമാക്കിയിട്ട് തന്നെ തലത്തിൽ അന്വേഷണം നടക്കുകയും അവരെ തിരിച്ചറിയുകയും വേണമെന്നാണ് ഞാൻ പറയുന്നത്. ശ്രീ എസ് എൻ സ്വാമി, ദിലീപ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തനിക്കെതിരെ മാത്രം ആരോപണങ്ങൾ വന്നുകൊണ്ടിരുന്ന ഘട്ടത്തിലെല്ലാം താൻ ഒറ്റയ്ക്കാണ്, ഇപ്പോഴും മുഴുവൻ ഇൻഡസ്ട്രിക്കും വേണ്ടിയാണ് താൻ പരാതി കൊടുത്തത് എന്നാണ് ദിലീപ് പറയുന്നത്. അത് താങ്കൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അദ്ദേഹം കൂടി അംഗമായ അമ്മ എന്ന സംഘടന ഈ ഘട്ടത്തിൽ പ്രതികരിക്കേണ്ടതല്ലേ? നടി ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ ഒരുമിച്ച് നിന്ന് നടിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണ് എന്ന രീതിയിലുള്ള പ്രതികരണം സിനിമാ മേഖലയിൽ നിന്നുണ്ടായി. അതിലപ്പുറം ഒരു പ്രതികരണത്തിലേക്കും ഇപ്പോൾ ഒരാൾ പോലും വരാത്തത് എന്തുകൊണ്ടാണ്? ആരെ ഫോണിൽ വിളിച്ചാലും സംസാരിക്കാൻ തയ്യാറല്ല, ഒരാളും ചർച്ചയ്ക്ക് തയ്യാറല്ല, ഒരാളും പ്രതികരണത്തിന് തയ്യാറല്ല. ഭയക്കുന്നുണ്ടോ സിനിമാ മേഖല? ഞാൻ വന്നല്ലോ, ഞാൻ പ്രതികരിക്കാൻ തയ്യാറായി, ഞാൻ വന്നു. എനിക്ക് എൻ്റെ മനസ്സിലുള്ള സത്യം പറയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ദിലീപ് എന്താണോ പറഞ്ഞത്, താങ്കളുടേത് ഒറ്റപ്പെട്ട ശബ്ദമാണ്. താങ്ക് യു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മ എന്ന സംഘടനയിൽ മെമ്പറായിട്ടുള്ള ഏത് നടനായാലും നടിയായാലും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഇഷ്യൂസ് ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അതിനെക്കുറിച്ചിട്ടുള്ള നിജസ്ഥിതി അന്വേഷിക്കാൻ ആരെപ്പോലെയും അമ്മയ്ക്കും ഉത്കണ്ഠ ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. അവർ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയുകയും അത് വെളിപ്പെടുത്തുകയും മറ്റുള്ളവരുടെ ആശങ്ക അവസാനിപ്പിക്കുകയും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ടാണ് മൗനം എന്നാണ് താങ്കളുടെ മനസ്സിലാക്കൽ? ഒരുപക്ഷെ അവർക്ക് ഈ വിഷയത്തിൽ അവർക്ക് കൃത്യമായൊരു ഉത്തരമോ ചോദ്യമോ ഇല്ലെങ്കിൽ അന്വേഷണത്തിനുള്ള ഒരു പ്രചോദനമോ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് അമ്മയുടെ പ്രധാനപ്പെട്ട അംഗമാണ് ദിലീപ്. ദിലീപുമായി അടുപ്പമുള്ളവർ തന്നെയാണ് സംഘടനയിലെ തലപ്പത്തുള്ളവർ എല്ലാവരും തന്നെ. ഇവർക്കൊന്നും ഈ വിഷയത്തെക്കുറിച്ച് ധാരണയില്ല എന്ന് കരുതാൻ സാധിക്കുമോ? ഇന്നിപ്പോൾ ദിലീപ് രാവിലെ മുതൽ തന്നെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ദിലീപിന്റെ പ്രതികരണം, നാദിർഷായുടെ പ്രതികരണം, ഇതിങ്ങനെ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇത് അമ്മ സംഘടനയിലെ ഒരാളും കൃത്യമായി ഫോളോ ചെയ്തില്ല, മനസ്സിലാക്കിയില്ല, പിന്നീട് പ്രതികരിക്കാം എന്ന രീതിയിൽ വെച്ചിരിക്കുകയാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്ന് പറയാൻ പറ്റില്ല. അവർ ഒരുപക്ഷെ പ്രതികരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കാം. അവരും തീർച്ചയായിട്ടും താമസിയാതെ പ്രതികരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രതികരിക്കാതിരിക്കില്ല. കാരണം ഇതൊരു അപവാദം, ഇല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിലെ കരിയറെ, ഇല്ലെങ്കിൽ അയാളുടെ ഇമേജിനെ, ഇല്ലെങ്കിൽ അയാളുടെ സ്വഭാവശുദ്ധിയെ വല്ലാതെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണം വരികയും അതിനെതിരെ ഒരു നടൻ ഇല്ലെങ്കിൽ ഒരു ഡയറക്ടർ തീർച്ചയായിട്ടും പ്രതികരിക്കുമ്പോൾ മറ്റുള്ള ഈ സിനിമാ മേഖലയിലെ ആളുകൾക്ക് അവരോടൊപ്പം നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള മോറൽ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ പറയാം.
മനസ്സിലായില്ല. ആക്രമിക്കപ്പെട്ട നടിയും പറയുന്നു, ഇപ്പോൾ ദിലീപും പറയുന്നത് തനിക്ക് പിന്തുണ ലഭിച്ചിട്ടില്ലെന്നാണ്. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാൾക്ക് നേരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യണം എന്ന സന്ദേശമാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. ശ്രീ എസ് എൻ സ്വാമി, താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീമതി പി ഗീതയുമുണ്ട്. ഗീതയിലേക്ക് പോകും മുമ്പ് ശ്രീ പി ടി തോമസ് MLA ടെലിഫോണിൽ. ശ്രീ പി ടി തോമസ്, ഈ കേസ് CBIക്ക് വിടണമെന്ന ആവശ്യം താങ്കൾ ഉന്നയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയോട് ഈ ആവശ്യം പറയുകയും ചെയ്തിരിക്കുന്നു. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട തികഞ്ഞ പരാജയമാണ് എന്ന വിലയിരുത്തലിലേക്ക് താങ്കൾ എത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ കേസിലെ ഏറ്റവും നിർണായകമായ വസ്തു എന്നത് ആ മൊബൈൽ ഫോൺ ആയിരുന്നു. നിർണായകമായ ആ മൊബൈൽ ഫോൺ കിട്ടിയിട്ടില്ല പോലീസിന്. മാത്രമല്ല, ഈ പൾസ് സുനി കീഴടങ്ങിയ ഘട്ടത്തിൽ പൾസ് സുനിയെ പോലീസ് തന്നെ ചോദ്യം ചെയ്യുന്നു. അഭിഭാഷകന്റെ കയ്യിലേക്ക് എത്തും മുൻപ് തന്നെ ചോദ്യം ചെയ്ത മുഴുവൻ കാര്യങ്ങളും പുറത്തെടുക്കുമെന്നുള്ള വീരവാദം പോലീസിൽ നിന്ന് നമ്മൾ കേട്ടതാണ്. അത്രയും ചോദ്യം ചെയ്തിട്ടും ഒരു കാര്യവും പുറത്തു വന്നില്ല എന്ന് മാത്രമല്ല, കൂടെ കഴിഞ്ഞിരുന്ന സഹതടവുകാരനോട് മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം പറയാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുന്നെങ്കിൽ പോലീസ് ഇക്കാര്യത്തിൽ തികഞ്ഞ പരാജയമല്ലേ ശ്രീ പി ടി തോമസ്? ഞാൻ ഈ കാര്യത്തിന്റെ തുടക്കം മുതൽ ഈ ഏറ്റവും ദുഃഖകരമായ ഈ സംഭവം ആ നടിക്കുണ്ടായ ആ നിമിഷം മുതൽ ഞാൻ അവരുമായി സംസാരിച്ച 2-3 ആളുകളിൽ ഒരാളാണ്. പിന്നീട് ഈ വിഷയം കേരള നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയത്തിലൂടെ അവതരിപ്പിക്കുകയും മുഖ്യമന്ത്രി അതിന് മറുപടി പറയുകയും ചെയ്തു. മുഖ്യമന്ത്രി ഈ സംഭവം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം തന്നെ ഒരു പ്രാഥമിക അന്വേഷണം നടക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഒരു അഭിപ്രായ പ്രകടനം നടത്തി. അന്ന് തന്നെ പലരും പറഞ്ഞത് ഒരു വളരെ അപക്വമായ അഭിപ്രായ പ്രകടനമാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചന ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എങ്ങനെ അറിയാം മുഖ്യമന്ത്രിക്ക് ഇതിന് ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്ന്? ഒരു കോൺസ്റ്റബിൾ പോലും പോയി അന്വേഷിച്ചിട്ടില്ല അന്ന്. അപ്പൊ ഒന്നത്. 2, ഈ സംഭവം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി അതിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ നമ്മൾ എന്തോ പറയുന്നു എന്നുള്ള മറ്റുള്ള ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. ഇനി ഇത് കഴിഞ്ഞ് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ, 1 മാസം പോലും ആകുന്നതിന് മുമ്പ്, ഈ പൾസർ സുനി എന്ന് പറയുന്ന ഈ പ്രതിയെ സംബന്ധിച്ച് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് 1-ൽ കൂടുതൽ പാസ്പോർട്ട് ഉണ്ടെന്നും അദ്ദേഹത്തിന് മനുഷ്യക്കടത്തുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പലതവണ വിദേശത്ത് പോയിട്ടുണ്ടെന്നുള്ള ചില സൂചനകളുണ്ട്, അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഒരു MLA എന്ന നിലയിൽ, എന്റെ മണ്ഡലത്തിലാണല്ലോ ഈ സംഭവം നടന്നത്, MLA എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് ഞാൻ രേഖാമൂലം കൊടുത്തു. ഇന്ന് വരെ എനിക്ക് അതിനൊരു മറുപടി പോലും കിട്ടിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ, മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ, 2 പാസ്പോർട്ട് ഉണ്ടെങ്കിൽ, 2 പാസ്പോർട്ട് ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കാൻ 10 മിനിറ്റ് മതി. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി കുറെ വിവരങ്ങൾ കിട്ടിയല്ലേ? ഇനി മൂന്നാമത്തെ ഒരു കാര്യം, പല പ്രമുഖന്മാരോടൊപ്പം ഈ പൾസർ സുനി എന്ന് പറയുന്ന ആൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അവരാരും കുറ്റവാളിയാണെന്നല്ല ഞാൻ പറയുന്നത്. അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അതിന്റെ തെളിവുണ്ടോ? ഇനി മറ്റൊരു കാര്യം, ഈ പൾസർ സുനിയുടെ പേരിലുള്ള കുറ്റപത്രം കേരള പോലീസ് സമർപ്പിച്ചു. കുറ്റപത്രം സമർപ്പിച്ച പോലീസ് തങ്ങളുടെ അന്വേഷണമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും. ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചാർജുള്ള മുഖ്യമന്ത്രി അതിൽ കൂടുതൽ ഇല്ലാന്ന് വരാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഏതെങ്കിലും ഒരു നടൻ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്നൊക്കെയുള്ള അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നു, പൊതുവെ സ്വീകാര്യമായ ഒരു CBIയുടെ എൻക്വയറി വന്നാൽ ഇതിന്റെ അകത്ത് തെറ്റ് ചെയ്യാത്തവനെ പ്രതിയാക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം. യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തവൻ പ്രതിയാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാം. ആരെയും നമുക്ക് വിചാരണ ചെയ്യേണ്ട. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഏതെങ്കിലും ഒരു നടനെയോ ആരെയെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം തീർച്ചയായും ഒരു സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ. ശ്രീ പി ടി തോമസ്, അപ്പോഴും 1.5 മാസം മുമ്പ് DGPക്ക് പരാതി നൽകിയിരുന്നു ദിലീപ് എന്നാണ് പറയുന്നത്, തനിക്ക് വന്ന കത്തിന്റെയും ഫോൺ വിളിയുടെയും അടിസ്ഥാനത്തിൽ. അത് ഈ ഘട്ടത്തിൽ ഇപ്പോൾ മാത്രം പുറത്തു വരുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം, മാത്രമല്ല ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടികളിലേക്ക് പോലീസ് കടന്നു എന്നുള്ള ചോദ്യം. ഇപ്പോൾ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ കത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നത്. അതിൽ ജയിലിന്റെ സീലുണ്ട് എന്ന് കൃത്യമായി തന്നെ സ്ഥിരീകരിക്കപ്പെടുന്നു. ജയിലിൽ വെച്ചാണ് പൾസർ സുനി ഈ കത്തെഴുതിയതെന്ന്, ജയിലിൽ വെച്ച് തന്നെയാണ് ഈ കത്തില് ഈ കടലാസ് പുറത്തു പോയിട്ടുള്ളത് എന്നുള്ള വിവരം ലഭിക്കുന്നു. അത് പൾസർ സുനിയാണോ എഴുതിയത് എന്നുള്ള കാര്യം ഇനിയും അന്വേഷണത്തിൽ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ഘട്ടം വരെ അന്വേഷണം നടന്നിട്ടില്ല ഈ വിഷയത്തിൽ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് തന്നെയാണ്. ജയിലിൽ വെച്ച് ഇയാൾ കത്ത് എഴുതിയിട്ടുണ്ടോ? കത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ജയിലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ജയിലിൽ നിന്ന് ധാരാളം ഫോൺ കോളുകൾ പുറത്തുപോയി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ടി വിളിച്ചു എന്ന് പറയുന്നു. അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ടന്റ് എന്താണ്? ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടണം. അതോടൊപ്പം തന്നെ
വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം ഈ കത്ത് അയക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പം ഏപ്രിൽ മാസത്തിലാണ് എന്നാണല്ലോ പറയുന്നത്. എന്തുകൊണ്ട് ഇത്രയും നാൾ ഈ കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല? ആരെ രക്ഷിക്കാനാണ് പോലീസ് എന്തായാലും വിവരം അറിഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പുറത്തു വരാത്തത്? അത് പ്രധാനമാണ്. ദയവായി താങ്കൾ ടെലിഫോണിൽ തുടരുക. ശ്രീമതി ഗീത, ഇതിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യം താങ്കളും സംശയിക്കുന്നുണ്ടോ? ആദ്യം ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞിട്ടുണ്ട് തനിക്ക് കൊട്ടേഷൻ ലഭിച്ചതാണ് എന്ന് ഈ പ്രതി തന്നോട് പറയുകയുണ്ടായെന്ന്. അതുകൊണ്ട് തന്നെ ഇത് പൾസർ സുനിയുടെ ഒറ്റയ്ക്കുള്ള കൃത്യമല്ല എന്ന് ആ നടി ആവർത്തിച്ചു പറഞ്ഞിട്ടും പൾസറും കൂട്ടാളികളും അടക്കം ഉള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു പോലീസ്. ഇന്നിപ്പോൾ ദിലീപും പറയുന്നു ഗൂഢാലോചനയുണ്ട്, അത് നടിയെ ആക്രമിച്ച സംഭവത്തിലല്ല, തന്നെ കുരുക്കാനുള്ള ഗൂഢാലോചനയുണ്ട് എന്ന്. തന്നെ സിനിമയിൽ നിന്ന് അകറ്റാൻ, തന്റെ പുതിയ സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു ഗൂഢാലോചന കൃത്യമായി സിനിമാ മേഖലയിൽ ഉള്ളവർക്ക് നേരെ തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് ദിലീപ്. ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്കിത് കേൾക്കുമ്പോൾ ഒരു സാമാന്യ യുക്തിയിൽ ഇതിൽ കാര്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇത് ഒരു തലത്തിലുള്ള ഗൂഢാലോചനയല്ല ഇതിൽ നടക്കുന്നത്, ഒരു തരത്തിലുള്ള കോൺസ്പിറസി അല്ല, ഒരു തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് അല്ല. പല ലെവൽസിൽ പല തലങ്ങളിൽ ഇപ്പോൾ വാദിയും രണ്ട് സിനിമാ രംഗത്തുള്ള രണ്ട് ആൾക്കാർ, ഒന്ന് വാദിയായിട്ടുള്ളൊരു നടിയാണ്, മറ്റൊന്ന് ഒരു നടനാണ്, പ്രമുഖ നടനാണ്. ഈ രണ്ടുപേരും പറയുന്നത് അവർക്കെതിരെ കാര്യമായിട്ടുള്ള ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് സിനിമയുടെ മണ്ഡലത്തിൽ ഇത്രയധികം ഒരു കാലുഷ്യം വന്നിട്ടും അവിടെയുള്ള സംഘടനകൾക്ക് ഇതിൽ ശക്തമായിട്ട് ഇടപെടാൻ സാധിക്കാതിരിക്കുന്നത്. ഇപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് ഈ വാർത്ത പുറത്തു വന്നത് എങ്കിൽ സിനിമാ സംഘടനകളൊന്നും തന്നെ അത് അറിഞ്ഞിരുന്നില്ലേ? ഇപ്പോൾ ഇത്രയും പ്രമുഖനായിട്ടുള്ള, ഇത്രയും ഒരു ലീഡ് റോളിലുള്ള ഒരു നടനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുള്ളൊരു വാർത്ത അത് കേസായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിന്. ഏപ്രിൽ മാസത്തിൽ വന്നിട്ടുള്ള ഈ വാർത്തയ്ക്കെതിരെ അത് വാർത്തയായിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഈ താൻ ഉൾപ്പെടുന്ന സംഘടനയെ ഈ വിവരം അറിയിച്ചിട്ടില്ലേ? ആ സംഘടന ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതിപ്പോൾ ആർക്ക് തീർക്കാൻ പറ്റും എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, ഈ ഏപ്രിൽ ആദ്യമാണ് നാദിർ ഷായ്ക്ക് ഈ വിഷ്ണു എന്ന് പറയുന്ന ആളുടെ കോൾ വന്നത് എന്ന് പറയുന്നു. ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടുള്ള കോൾ വരുന്നത്. 1.5 കോടി ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ 2.5 കോടി തരാൻ വേറെ ആൾ പുറത്തുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണം വന്നു എന്ന് പറയുന്നത്. ഏപ്രിൽ 10-നാണ് ദിലീപിന്റെ വിവാദമായ അഭിമുഖം ഒരു ന്യൂസ് പോർട്ടലിൽ വരുന്നത്. അങ്ങനെ ഒരു കാര്യം വരുമ്പോഴും ഇങ്ങനെ ഒരു ഫോൺ വിളിയെക്കുറിച്ച് ദിലീപ് ആ ഘട്ടത്തിൽ പറഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി മുന്നിൽ വയ്ക്കാവുന്ന ഈ വിഷയം അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു ചോദ്യവും ഉയരുന്നില്ലേ ശ്രീമതി പി ഗീത? അത് അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് മറുപടി പറയേണ്ടത് അദ്ദേഹമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ സ്മൃതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 3 ആഴ്ചക്കുള്ളിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സ്കൂപ്പ് പോലെ ഈ വാർത്ത കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ വേറെ ഒരാൾ കൂടി ഇതിൽ കുടുങ്ങാൻ പോവുകയാണ്, പ്രമുഖ നടണ്ട്, ഇതിൽ കോൺസ്പിറസി ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരികയാണ്. ഇന്നലത്തോടു കൂടിയിട്ട് ഒരു പോർട്ടൽ ഇത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഇന്ന് രാവിലെ ഒരു TV ഒരു ചാനൽ ഇത് പുറത്തു വിടുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിനൊരു ക്രമമുണ്ട് എന്ന് കാണാൻ പറ്റും. ഇത് മെല്ലെ മെല്ലെയാണ് ഈ വാർത്ത സമൂഹത്തിലേക്ക് എത്തുന്നത്. ഇത് മാധ്യമപ്രവർത്തകരുടെ സൃഷ്ടിയാണ് എങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇതിനകം ഇതിൽ ഇടപെടുമായിരുന്നു. നിരവധി കുറച്ച് ദിവസങ്ങളായി താങ്കൾ പറയുന്ന പോലെ കുറച്ച് ദിവസങ്ങളായി ഈ തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അന്ന് ഒരു ന്യൂസ് ചാനലും ഈ വിഷയം ഏറ്റെടുത്ത് കൊടുക്കുകയോ അതിന്റെ ആധികാരികത സംശയമുള്ളത് കൊണ്ട് തന്നെ ആ നിലയ്ക്ക് പോവുകയോ ചെയ്തിട്ടില്ല. പിന്നീട് ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലാണ് ആ തരത്തിൽ വാർത്ത പോവുകയും ആ തരത്തിൽ അന്വേഷണം പോവുകയും ചെയ്തിട്ടുള്ളത് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ് ശ്രീമതി പി ഗീത. തീർച്ചയായിട്ടും അതെ. അപ്പോൾ അതിൻ്റെ ഒരു ടേൺ വരികയാണല്ലോ. രണ്ടാമതും ഒരു വാദിയുടെ ഒരു പരാതിക്കാരുടെ മൊഴി രണ്ടാമതും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ആ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിത്തിരിവിൽ എത്തുമ്പോഴാണ് പോലീസ് രണ്ടാമതും സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. കാരണം ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ കൊടുത്തു കഴിഞ്ഞിരുന്നു. അപ്പോൾ വീണ്ടും എന്തുകൊണ്ടാണ് അവർക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്നത്? ഇതേ വിഷയം തന്നെ ഈ സംഭവം ഉണ്ടായ സന്ദർഭത്തിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരാണ്? ഇവർ പറയുന്നുണ്ടല്ലോ ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്, പിന്നിൽ ആരോ
ആരോ ഉണ്ടെന്ന് ആക്രമിക്കപ്പെട്ട നടി എല്ലാ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംശയം ആക്രമിക്കപ്പെട്ട ആൾക്കുണ്ടെങ്കിൽ പിന്നിൽ ആരാണോ ഉള്ളത്, അത് എത്ര ഉന്നതനായാലും അയാളെ നിയമത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ നടിയുടെ നീതി ഉറപ്പാക്കേണ്ടത് എന്ന് നമ്മൾ പറയുന്നുണ്ട്.